ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ഇങ്ങ് അടുത്ത് വന്നുകൊണ്ടിരിക്കുക അല്ലേ. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ നമ്മളിങ്ങനെ കാത്തിരിക്കുക. ഫെബ്രുവരി വരെയുള്ള എക്സാം കാലണ്ടറും വന്നു. അപ്പോൾ ഇനി മാർച്ചിലേക്കുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ എക്സാം ഡിഗ്രി പ്രിലിംസ് ഉണ്ടാകും നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. സോ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള സമയം ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് സമയം കളയാനായിട്ടില്ല. സോ നമുക്കൊരു ബേസിക് ലെവലിൽ നിന്ന് എല്ലാ സബ്ജക്ട്സും പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. ഇപ്പൊ ഈ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചറിന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാല് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നമ്മൾ കറണ്ട് അഫെയർ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. മറ്റുള്ള പരീക്ഷകളാണെങ്കിൽ ഇത്ര മാർക്കിന് 10 മാർക്കിന്റെ കറണ്ട് അഫെയർ എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രി ലെവലിന്റെ കേസിലാണെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നുള്ള സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് ഇവന്റ്സിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചറിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. കറണ്ട് ഫാക്ട് നമ്മൾ പഠിക്കണം. പക്ഷേ കറണ്ട് ഫാക്ട് പഠിക്കുന്നതോടൊപ്പം സ്റ്റാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി, അതായത് നമ്മുടെ PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ചില ടോപ്പിക്കുകൾ ഉണ്ട്. അങ്ങനെയുള്ള ചില ടോപ്പിക്കുകളെ മനസ്സിലാക്കി വേണം സ്റ്റാറ്റിക്കിനെയും ഒപ്പം കറണ്ട് ഇവന്റ്സിനെയും കമ്പൈൻ ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ചില സ്റ്റാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ, ചില PYQs വെച്ചിട്ട് ആർട്ടും കൾച്ചറും എങ്ങനെ ഒന്ന് വിലയിരുത്താം, ഏതൊക്കെ ഒരു രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ചില PYQs ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഒരു പരീക്ഷയിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ ചോദ്യം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാക്കി. ഒന്നാമത്തെ കാര്യം ഈ ചോദ്യത്തിന്റെ വലിപ്പമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ദീർഘശ്വാസം എടുക്കും. എന്റെ ദൈവമേ, ഈ ചോദ്യം നമ്മൾ എങ്ങനെയൊന്ന് വായിച്ചു മനസ്സിലാക്കും എന്നൊരു ഡൗട്ട് നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഇതിനകത്തുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ വലിപ്പം കാണുന്നത് പോലെ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷെ കുറെ അധികം ഫാക്റ്റുകൾ ഈ ഒറ്റ ചോദ്യത്തിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചില കലാരൂപങ്ങളെ കൊടുത്തിട്ടുണ്ട്. ആ കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും കൊടുത്തിട്ടുണ്ട്. രണ്ടും മാച്ച് ദ ഫോളോ ചെയ്യുക, ചേരുംപടി ചേർക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഈ ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യം നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നതിന് ശേഷമാണ് PSC കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ GK സബ്ജക്ട്സിലെല്ലാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ടും പറ്റും. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൂടിയാട്ടമുണ്ട്, കേരള നടനമുണ്ട്, യക്ഷഗാനമുണ്ട്, ചവിട്ടുനാടകമുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് അതിനൊക്കെ കാരണക്കാരായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കലാകാരന്മാരെയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗുരു ഗോപിനാഥ് വരുന്നുണ്ട്, മാണി മാധവ ചാക്യാർ വരുന്നുണ്ട്, ചിന്നത്തമ്പി പിള്ളയുണ്ട്, പാർത്തി സുബ്ബയുണ്ട്. അപ്പൊ ഇവരെ നമുക്കൊന്ന് കണക്ട് ചെയ്യണം അല്ലെ, ഏതൊക്കെ കലാരൂപങ്ങൾ ആരൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കൊന്ന് നോക്കിയാലോ. കൂടിയാട്ടം ആരുമായിട്ടാ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ 4 പേരിൽ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാ? ഒരു ട്രിക്ക് പറഞ്ഞുതരട്ടെ. ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത നാടക അഭിനയമല്ലേ? അതായത് സംസ്കൃത നാടകങ്ങളെ മലയാളത്തിലാക്കി അല്ലെങ്കിൽ കേരളീയ പരിസരത്തിലാക്കി അവതരിപ്പിക്കുന്നതാണ് കൂടിയാട്ടം എന്ന് നമുക്കറിയാം. അപ്പൊ ഈ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ഏത് സമുദായത്തിൽപ്പെട്ടവരാ? ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാ. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. കൂത്തും കൂടിയാട്ടവും അവതരിപ്പിക്കുന്നത് ആരാണ്? ചാക്യാർ സമുദായക്കാരാണ്. പുരുഷന്മാരാണെങ്കിൽ ചാക്യാർമാരും സ്ത്രീകളാണെങ്കിൽ നങ്ങ്യാർമാരുമാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇതിനകത്തുനിന്ന് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ആളാരാണ്? അപ്പൊ മാണി മാധവ ചാക്യാരല്ലേ? നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടത് ആരാണ്? മാണി മാധവ ചാക്യാരാണ്. ഇനി കേരള നടനം. കേരള നടനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? കഥകളി നടനം എന്ന് വിളിക്കുന്നുണ്ട്. കഥകളിയുമായിട്ട് വളരെയധികം സാമ്യതകളുള്ള, കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് കേരള നടനം. കേരള നടനവുമായിട്ട് ബന്ധമുള്ള വ്യക്തി ആരാണ്? ഗുരു ഗോപിനാഥാണ്. ആരാണ്? ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനി യക്ഷഗാനം. യക്ഷഗാനം കാസർഗോഡ് ജില്ലയിൽ കർണാടകയുമായിട്ട് കന്നഡ ഭാഷയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു കലാരൂപമാണ്. കാസർഗോഡ് ജില്ലയിലാണ് അത് പ്രചാരത്തിലുള്ളത്. അപ്പം യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർത്തി സുബ്ബയാണ്. പാർത്തി സുബ്ബയാണ് യക്ഷഗാനത്തിന്റെ പിതാവ്. ഇനി നമുക്ക് ആകെയുള്ളത് ചവിട്ടുനാടകമാണ്. ചവിട്ടുനാടകത്തിന്റെ ഉപജ്ഞാതാവ് ചിന്നത്തമ്പി പിള്ളയാണ്. അപ്പൊ ഒരു 4 കലാരൂപങ്ങൾ, ആ 4 കലാരൂപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ഒറ്റ ചോദ്യത്തിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലെ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, PYQനെ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ചോദ്യം വായിച്ച് ഉത്തരം മാത്രം മനസ്സിലാക്കി പോകാതെ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ്, അനുബന്ധ വിവരങ്ങൾ എങ്ങനെ പോയാലും നോക്കിയിരിക്കണം, നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ എടുത്തിട്ടുള്ളത് മൊത്തം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു നമുക്ക് ഈ അനുബന്ധ വിവരങ്ങൾ പഠിക്കുന്നതിൽ നിന്നും ചിലപ്പോൾ നാളെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റിയെന്ന് വരാം. അങ്ങനെ രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഒരു തവണ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ കണക്റ്റഡ് ഫാക്ടുകളിൽ നിന്ന് അടുത്ത ചോദ്യം ബിൽഡ് ചെയ്യുന്ന ഒരു രീതി PSC ഇപ്പോ തുടർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ ഏതൊക്കെയാണെന്ന്. സോ ആൻസറിലേക്ക് നമ്മൾ എത്തിയല്ലേ. 1 എന്ന് പറയുന്നത് മാണി മാധവ ചാക്യാരാണ്. അപ്പൊ 1 2ലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ 2ലേക്കാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. കേരള നടനം എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് ഗുരു ഗോപിനാഥ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ഓരോ കലാരൂപങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ ഒന്നിൽ കൂടുതൽ ചാക്യാർമാർ കൂടിയാടുന്നതാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? കൂടിച്ചേർന്നുള്ള ആട്ടം. എന്താണ്? കൂടിച്ചേർന്നുള്ള ആട്ടമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. കൂടിച്ചേർന്നുള്ള ആട്ടം കൂടിയാട്ടം. സംസ്കൃത നാടകങ്ങളെ നമ്മൾ അവതരിപ്പിക്കുന്നതിനാണ്, അഭിനയിച്ച് അവതരിപ്പിക്കുന്നതിനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ചാക്യാർ സമുദായക്കാരാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു കലാരൂപത്തിന് വളരെയധികം ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. വർഷം ഓർത്തു വെച്ചോണം, സ്ഥിരം ചോദ്യമാണ്. 2001 ഏതാണ്? 2001 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ കലാരൂപം ഏതാ? കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തിന് ശേഷം കേരളത്തിൽ നിന്ന് മുടിയേറ്റിനും ഈ ഒരു പൈതൃക പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടിയാട്ടത്തിന്റെ ആ ഒരു വർഷം, ആ ഒരു പ്രാധാന്യം അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യുനെസ്കോ ഒരു വിശേഷണം കൂടി നമ്മുടെ കൂടിയാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം. ചോദിക്കാൻ പറ്റിയ കാര്യമാണ്, ചോദിച്ചിട്ടുമുണ്ട്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമാണ് എന്ത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫാക്ട് ഓർത്തു വെക്കാമല്ലോ. കൂടിയാട്ടം സംസ്കൃത നാടക അഭിനയമാണ്. ഇന്ത്യയിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള, ഏറ്റവും പഴക്കം ചെന്ന കലാരൂപമാണ്. യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് വിശേഷിപ്പിച്ച കലാരൂപമാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ കലാരൂപമാണ്, ഇന്ത്യൻ കലാരൂപമാണ്. 2001 എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി വേറെയുമുണ്ട് വിശേഷണങ്ങൾ. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന ആളാണ്. ഏതാണ്? അഭിനയത്തിന്റെ അമ്മ. അത് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? അമ്മ, മുത്തശ്ശി, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നമ്മളെക്കാൾ മുതിർന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കലാരൂപങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് കൂടിയാട്ടം. സോ അമ്മയും മുത്തശ്ശിയും ഒക്കെയാണ് എന്താണ്? കലകളുടെ, അഭിനയത്തിന്റെ അമ്മയെന്നും നമ്മുടെ കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? നമ്മുടെ കൂടിയാട്ടമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കൂടിയാട്ടത്തെ പൂർണ്ണമായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 41 41 ദിവസങ്ങൾ കൊണ്ടേ കൂടിയാട്ടം മുഴുവനായിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓർത്ത് വെച്ചോണം. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാക്ട് ഒക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകണം. ഇനി മുഴുവനായിട്ട് അവതരിപ്പിക്കാൻ 41 ദിവസങ്ങൾ വേണമെങ്കിലും ഏതെങ്കിലും ഒരംഗം മാത്രം അവതരിപ്പിക്കാനായിട്ട് നമുക്ക് 8 ദിവസം മതി. ആ സംഖ്യകളും ഓർത്തു വെച്ചോണം. കൂടിയാട്ടം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് 41 ദിവസം വേണം. ഇനി ഒരംഗം മാത്രമാണ് അവതരിപ്പിക്കണമെങ്കിൽ 8 ദിവസം വേണം. അപ്പൊ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു കൂടിയാട്ടത്തിന്റെ ഒരു മാണി മാധവ ചാക്യാരുമായിട്ടുള്ള കണക്ഷൻ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സ്ഥിരം ചോദ്യമാകുന്ന ഒരു കാര്യമാണ്, ഈ കൂടിയാട്ടത്തിലെ എല്ലാ അഭിനേതാക്കളും സംസ്കൃതത്തിലാണ് സംസാരിക്കാറുള്ളത്. എല്ലാ കഥാപാത്രങ്ങളും സംസ്കൃതത്തിലാണ് സംസാരിക്കാറുള്ളത്, ഒരാൾ ഒഴികെ. ആരാണെന്നറിയാമോ? കൂടിയാട്ടത്തിലെ ഹാസ്യ കഥാപാത്രം. കൂടിയാട്ടത്തിൽ ഒരു ഹാസ്യ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ നമ്മൾ എന്ത് വിളിക്കും? വിദൂഷകൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വിദൂഷകൻ എന്ന് വിളിക്കും. വിദൂഷകൻ മാത്രമാണ് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഒരേ ഒരു കഥാപാത്രം. എവിടെ? കൂടിയാട്ടത്തിൽ. അപ്പൊ അതും ചോദിക്കാറുണ്ട്. വിദൂഷകനാണ് ഹാസ്യ കഥാപാത്രം. അദ്ദേഹത്തിന് മാത്രമേ, ആ കഥാപാത്രത്തിന് മാത്രമേ മലയാളത്തിൽ സംസാരിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. ഇനി
നമ്മുടെ കേരളത്തില് വർഷം തോറും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും മറ്റൊന്ന് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രവുമാണ്. അതും ചോദിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് ഒക്കെ തന്നിട്ട് എവിടെയാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്, എവിടെയാണ് തെയ്യം അവതരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ തെയ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണൂരാണ്, പറശ്ശിനിക്കടവിലേക്ക് നോക്കിയാൽ മതി അല്ലെ, കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങൾ നോക്കിയാൽ മതി. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് രണ്ടും തൃശ്ശൂരും ഇരിങ്ങാലക്കുടയിലുമാണെന്നും ആലോചിക്കുക. അപ്പൊ ഇതൊക്കെ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഇനിയാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ വ്യക്തി ഗുരുമാണി മാധവ ചാക്യാർ. എന്തുകൊണ്ട്? അപ്പൊ അദ്ദേഹം കൂടിയാട്ട കലാകാരനാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നുള്ളതാണ്. സമീപകാലത്ത് നടന്നൊരു പരീക്ഷയില് PSC ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ ആരാണ്? മാണി മാധവ ചാക്യാരാണ്. അപ്പൊ ഇദ്ദേഹം കൂടിയാട്ടത്തിന്റെ കുലപതി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കൂടിയാട്ടത്തിന്റെ കുലപതിയാണ് മാണി മാധവ ചാക്യാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം കൂടിയാട്ടത്തിന്റെ അഭിനയ സങ്കേതങ്ങളെ കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു പുസ്തകം നാട്യകൽപദ്രുമം. ഈ പുസ്തകം എഴുതിയതും മാണി മാധവ ചാക്യാരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം 1975 ലഭിച്ചിട്ടുള്ള കൃതി കൂടിയാണ് ഈ നാട്യകൽപദ്രുമം. അപ്പൊ മാണി മാധവ ചാക്യാർ, നാട്യകൽപദ്രുമം, കൂടിയാട്ടം, ഇതൊന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചോണം. സ്ഥിരം ചോദ്യമാണ്. ഇനി ഈ കൂടിയാട്ടത്തിന്റെ അഭിനയ സങ്കേതങ്ങളെ കുറിച്ച് പ്രാചീന കാലത്ത് എഴുതിയിരുന്ന പുസ്തകങ്ങളാണ് ആട്ടപ്രകാരവും ക്രമദീപികയും. ഇത് അഭിനയിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നതാണ്. അപ്പൊ ഈ ആട്ടപ്രകാരവും ക്രമദീപികയും രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോലനാണ്. തോലൻ അല്ലെങ്കിൽ അതുലൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ തോലനാണ് ആട്ടപ്രകാരവും ക്രമദീപികയും രചിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഈ കഥകളി, കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങൾ, ഇതൊക്കെ ക്ഷേത്രകലകളാണ് അല്ലെ. അപ്പൊ ഈ കലാരൂപങ്ങളുടെ എല്ലാം ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കേരളത്തിലുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മാർഗിയാണത്. ഏതാണ്? മാർഗിയാണ്. ഈ മാർഗി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കലാകാരിയെ ഓർമ്മ വരും. ആരെയാണ്? മാർഗി സതിയെയാണ് അല്ലെ. ഈ മാർഗി സതിയുടെ ശരിയായ പേര് PS സതീദേവി എന്നാ. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്. മാർഗി സതിക്ക് കൂടിയാട്ടത്തിന്റെ വളർച്ചയിൽ വലിയൊരു പങ്കുണ്ട്. അതായത് 2001 നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കൂടിയാട്ടം ആ ഒരു സ്ഥാനം പിടിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ കാരണം തന്നെ, അതിനൊരു ഭാഗമായത് തന്നെ നമ്മുടെ മാർഗി സതിയാണ്, അല്ലെങ്കിൽ PS സതീദേവിയാണ്. അതായത് നമ്മുടെ യുനെസ്കോയുടെ ആസ്ഥാനത്ത് നമ്മുടെ മാർഗി സതി കൂടിയാട്ടം അവതരിപ്പിച്ചതിന് ശേഷമാണ് ലോക പൈതൃക പട്ടികയിലേക്ക് കൂടിയാട്ടം തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർഗി സതിയെ മറന്നു പോകരുത്. PS സതീദേവി എന്നാണ് മാർഗി സതിയുടെ പേര്. സോ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനിയാണ് കേരള നടനം. കേരള നടനവുമായി ബന്ധപ്പെട്ട ആളാരാണ്? ഗുരു ഗോപിനാഥ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു കേരള നടനം ഡെവലപ്പ് ചെയ്ത് വന്നതേ കഥകളിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരള നടനത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? കഥകളി നടനം എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നു? കഥകളി നടനം ചോദിക്കും, അറിയപ്പെടുന്നുണ്ട്. ഇനി കേരള നടനത്തിന്റെ ഉപജ്ഞാതാവാണ് നമ്മൾ പറഞ്ഞ ഗുരു ഗോപിനാഥ്. ഈ പറയുന്ന കലാകാരന്മാരുടെ എല്ലാം ശരിയായ പേര് ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മളിപ്പോ PS സതീദേവി, മാർഗി സതിയുടെ കാര്യം പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഗുരു ഗോപിനാഥിന്റെ ശരിയായിട്ടുള്ള പേര് എന്ന് പറയുന്നത് കലാമണ്ഡലം ഗോവിന്ദപിള്ള എന്നാണ്. അപ്പൊ അതും ഓർമ്മയിൽ വരേണ്ട കാര്യമാണ്. അപ്പോ കലാമണ്ഡലം ഗോവിന്ദപിള്ള അല്ലെങ്കിൽ നമ്മുടെ ഗുരു ഗോപിനാഥ് ആണ് കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ്. എന്നിരുന്നാൽ പോലും ഈ കേരള നടനം എന്ന് പറയുന്ന ഒരു കലാരൂപം രൂപീകരിക്കപ്പെടാൻ കാരണമായ ഒരാളുണ്ട്. ഒരു അമേരിക്കൻ നർത്തകിയുണ്ട്. ആരാണെന്നറിയുമോ? ഇസ്തർ ഷെർമാൻ അല്ലെങ്കിൽ രാഗിണി ദേവി. ചോദ്യം വന്നിട്ടുണ്ട്. ഗുരു ഗോപിനാഥ് മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ കേരള നടനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി. പക്ഷെ ഇതുകൂടി ആലോചിച്ചോണം. ഇസ്തർ ഷെർമാൻ അല്ലെങ്കിൽ അവരെ നമ്മൾ രാഗിണി ദേവി എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അവരുടെ സ്മരണാർത്ഥം എന്താണ്, അല്ലെങ്കിൽ അവരാണ് ഇതിന് എന്ത് ചെയ്തത്? ആ ഒരു കാരണഭൂതയായ വ്യക്തി, കാരണക്കാരിയായ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ഗുരു ഗോപിനാഥിന്റെ സ്മരണാർത്ഥം നമ്മൾ എന്ത് ചെയ്തു? ഒരു കലാസ്ഥാപനം, ഈ കേരള നടനമൊക്കെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കലാസ്ഥാപനം 1995 നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. അപ്പൊ ഇതും ചോദിക്കും. ഗുരു ഗോപിനാഥ് നടനഗ്രാമം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് എന്ന് ആലോചിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഓരോ കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സ്ഥിരം ചോദ്യമാണ്.
ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ട മറ്റൊരു കലാരൂപമാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത് അല്ലെ. ചിന്നത്തമ്പി പിള്ളയാണ് ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് നമ്മൾ കണ്ടു. ഇനി ചവിട്ടുനാടകം ശരിക്കും നമ്മുടെ കേരളത്തിന് പരിചയപ്പെടുത്തി തന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഓർമ്മയിൽ വെച്ചോണേ, പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടുനാടകം. അതായത് നമ്മുടെ യൂറോപ്പിൽ പ്രചാരത്തിലിരുന്ന ഓപ്പറ എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. ഈ ഓപ്പറയുടെ കേരള വേർഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത്, നമ്മുടെ ചവിട്ടുനാടകം എന്ന് പറയുന്നത്. ഈ ചവിട്ടുനാടകത്തെ നമ്മൾ തട്ടുപൊളിപ്പൻ നാടകം, അതായത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തോർക്കാം. ചവിട്ടുനാടകം എന്താ, രംഗത്ത് ആഞ്ഞുള്ള ചവിട്ടുകളും കലാശങ്ങളും ഒക്കെയാണ് അല്ലെ. വളരെ പടയാളികളുടെ വേഷമാണ് കഥാപാത്രങ്ങൾക്ക് ഉണ്ടാവുക. ഇവരെന്ത് ചെയ്യും, വാളൊക്കെ ഏന്തി ഇങ്ങനെ തട്ടി ചവിട്ടി ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു അഭിനയം നടത്തുന്നത്. സോ തട്ടുപൊളിപ്പൻ നാടകം എന്നറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരാണ് നമുക്ക് അതിനെ പരിചയപ്പെടുത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ഉപജ്ഞാതാക്കൾ ചിന്നത്തമ്പി പിള്ളയാണെന്ന് നമ്മൾ ചോദ്യത്തിൽ കണ്ടു. ഒരാളും കൂടിയുണ്ട്, വേദനായകം പിള്ള. ചിന്നത്തമ്പി പിള്ളയും വേദനായകം പിള്ളയുമാണ് ചവിട്ടുനാടകത്തിന്റെ കേരള ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. ഈ ചിന്നത്തമ്പി പിള്ളയെ നമ്മൾ ചിന്നത്തമ്പി അണ്ണാവി എന്നും ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. സോ രണ്ടും ഒരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ചവിട്ടുനാടകം എന്ന് പറയുന്ന കലാരൂപത്തിന്റെ ഒരു പരിഷ്കരണാർത്ഥം ഒരു ചവിട്ടുനാടക അക്കാദമി നമ്മുടെ കേരള ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് 2005 ഗോത്തുരുത്തിലാണ് അക്കാദമി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതും ആലോചിക്കുക. ഒരു എന്താ പറയുന്നത്, നമ്മൾ അധികം ചിന്തിക്കാത്ത ഒരു ഫാക്റ്റ് ആണ്. ചവിട്ടുനാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഗോത്തുരുത്തിലാണ്. 2005 അത് സ്ഥാപിക്കപ്പെട്ടത്. ഇനി നമ്മൾ കൂടിയാട്ടത്തിലെ വിദൂഷകനെ പറഞ്ഞായിരുന്നു അല്ലെ, ഹാസ്യ കഥാപാത്രം. അതുപോലെ ചവിട്ടുനാടകത്തിലും ഒരു ഹാസ്യ കഥാപാത്രമുണ്ട്. ഈ ഹാസ്യ കഥാപാത്രത്തെ നമ്മൾ പറയുന്നതാണ് കട്ടിയക്കാരൻ. എന്താണ്, കട്ടിയക്കാരൻ എന്നാണ് ചവിട്ടുനാടകത്തിലെ ഹാസ്യ കഥാപാത്രത്തിന്റെ പേര്. അപ്പോ ഒരു യൂറോപ്യൻ കലാരൂപത്തിന്റെ കേരളീയ ഒരു പകർപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടുതലും ക്രൈസ്തവ ഇതിവൃത്തങ്ങളായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. സോ ആദ്യത്തെ ചവിട്ടുനാടകം എന്ന് പറയുന്നത് കാറൽമാൻ ചരിതമാണ്. എന്താണ്, കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ടുനാടകം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മനസ്സിൽ ഉണ്ടാവണം. കട്ടിയക്കാരനൊക്കെ നമുക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന അവസാനത്തെ കലാരൂപമാണ് യക്ഷഗാനം എന്ന് പറയുന്നത്. യക്ഷഗാനം നമ്മൾ പറഞ്ഞു കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ്. ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ്. ചോദ്യം വന്നിട്ടുള്ള ഒരു ഭാഗമാണത്. ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്നതാണ്. നമ്മുടെ കഥകളിയുമായിട്ട് നല്ല സാദൃശ്യം ഈ പറയുന്ന യക്ഷഗാനത്തിനുണ്ട്. രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ചതുർവിധ അഭിനയം എന്ന് പറയും അല്ലെ, ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്ന് പറയും. ഇതിൽ കഥകളിയിൽ ഇല്ലാത്തൊരു അഭിനയ രീതിയാണ് വാചികം. കഥകളിയിൽ എന്തില്ല, സംഭാഷണങ്ങൾ, അഭിനേതാക്കൾ സംസാരിക്കുന്നില്ല. പക്ഷേ യക്ഷഗാനത്തിൽ അഭിനേതാക്കൾ സംസാരിക്കുന്നുണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ കഥകളിയുമായിട്ട് സാമ്യവുമുണ്ട്, എന്നാൽ വാചികം എന്ന് പറയുന്ന അഭിനയ രീതി യക്ഷഗാനത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കഥകളി എന്ന് ആരെ പറയുന്നുണ്ട്, യക്ഷഗാനത്തെ പറയുന്നുണ്ട്. സംസാരിക്കുന്ന കഥകളിയാണ് എന്ത് എന്ന് പറയുന്നത്, യക്ഷഗാനം എന്ന് പറയുന്നത്. സംസാരിക്കുന്ന കഥകളിയാണ് യക്ഷഗാനം. ബയലാട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി എവിടെയാ പ്രചാരത്തിലുള്ളത്, കാസർഗോഡ് ജില്ലയിലാണ് ഈ കലാരൂപങ്ങളൊക്കെ പ്രചാരത്തിലുള്ള സ്ഥലം ഏതാണ് എന്നും മനസ്സിലുണ്ടാകണം. ഇനി യക്ഷഗാനത്തിന്റെ പിതാവാര, പാർത്തി സുബ്ബ അല്ലെങ്കിൽ പാർത്തി സുബ്ബൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഇനി ഈ യക്ഷഗാനത്തിന് കുറച്ച് പ്രചാരം കൊടുത്ത ഒരു കന്നഡ കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരും റീസെന്റ് ചോദിച്ചു കാണുന്നുണ്ട്. ശിവരാമ കാരന്താണ്. അത് ഓർത്തു വെക്കുക. നമ്മൾ യക്ഷഗാനം എന്ന് പറയുമ്പോൾ ആകെ പാർത്തി സുബ്ബയെ മാത്രമേ ആലോചിക്കുള്ളൂ. അപ്പൊ അത് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരെ ആലോചിക്കണം, ശിവരാമ കാരന്തിനെ കുറിച്ച് കൂടി ആലോചിക്കണം. അപ്പൊ ഒരേ കലാരൂപത്തിൽ തന്നെ ഒരു വ്യക്തിയെ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല. എവിടെങ്കിലും ഒക്കെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരാൾ കൂടി കാണും. അവരെയും ഓർത്തു വെക്കുക. അവരുടെ ശരിയായ പേര് ഓർത്തു വെക്കുക. ഏത് സ്ഥലത്താണ് ഈ കലാരൂപം പ്രചാരത്തിലുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കലാരൂപവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷനാണ്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫാക്ട്സ് നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഇപ്പോ അഭിനയത്തിന്റെ അമ്മ കൂടിയാട്ടമാണ്,
കൂടിയാട്ടത്തിന്റെ കുലപതി മാണി മാധവ ചാക്യാരാണ്. ഇങ്ങനെ മാത്രം നമ്മൾ പഠിച്ചു പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏതൊരു കാര്യത്തെ പറ്റി, അതിപ്പോ ഒരു കലാരൂപം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്മാരകമായിക്കോട്ടെ, ഇങ്ങനെ എന്തിനെ കുറിച്ച് പഠിക്കുമ്പോഴും കൃത്യമായിട്ട് അതിന്റെ എല്ലാ ചരിത്ര സവിശേഷതകളെ കുറിച്ചും നമ്മൾ പഠിച്ചു പോയാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ നമ്മൾ പതറി വീഴാതിരിക്കുകയുള്ളൂ. സോ ഈ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നമ്മൾ 4 കലാരൂപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കവർ ചെയ്തില്ലേ? ചിലപ്പോൾ ഈ പറയുന്ന കണക്റ്റഡ് ഫാക്റ്റുകളിൽ നിന്നായിരിക്കും അടുത്തൊരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ടോപ്പിക്, കലാരൂപങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർ എന്നുള്ള ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് കൾച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് നമ്മൾ ആർട്ടിന്റെ ഭാഗത്തു നിന്നല്ലേ എടുത്തേ, ഇനി കൾച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നമുക്ക് നോക്കാം. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ആവർത്തിച്ചൊരു ചോദ്യമാണ്. എവിടെയാണ് നമ്മുടെ ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് ഫോക്ക് ലാൻഡ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കാം. ഈ നാടൻ കലാരൂപങ്ങളുടെ ഒരു ഈറ്റില്ലം എന്ന് നമ്മൾ പറയുന്ന ഒരു ജില്ലയുണ്ട് കേരളത്തിൽ, ഫോക്ക് ലാൻഡ് എന്നറിയപ്പെടുന്നത്. അത് ഏത് ജില്ലയാ? കണ്ണൂരാണ്. സോ ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിന്റെ ഫോക്ലാൻഡ് ആയിട്ടുള്ള കണ്ണൂരിലാണ്. എവിടെയാണെന്നറിയോ? കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൂടി ആലോചിക്കുക. ഈ ജില്ല മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, ആ ജില്ലയിൽ ഏത് സ്ഥലത്ത് എന്നുള്ള രീതിയിലും ചോദ്യം വരുന്നുണ്ട്. സോ ചിറക്കലാണ്, കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഈ ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ PK കാളൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആയിട്ടുള്ള ആ ഒരു വയനാട് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് PK കാളൻ എന്ന് പറയുന്നത്. PK കാളൻ സ്മാരക പുരസ്കാരവും നൽകുന്നത് നമ്മുടെ ഫോക്ലോർ അക്കാദമി തന്നെയാണ്. പിന്നെ നിലവിലത്തെ ചെയർമാനെ പറ്റി, പിന്നെ നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കെല്ലാം മുഖപത്രങ്ങളുണ്ട്. ആ മുഖപത്രങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോക്കാം, ഫോക്ലോർ അക്കാദമി സ്ഥാപിതമാകുന്നത് 1995 തൊട്ട് പിറ്റേ വർഷം 1996 അതിന്റെ പ്രവർത്തനം പൂർണ്ണമായ രീതിയിൽ ആരംഭിക്കുന്നത്. അപ്പോ OS ഉണ്ണികൃഷ്ണനാണ് നിലവിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇപ്പോ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനായിരുന്നു. G ഭാർഗവൻ പിള്ളയായിരുന്നു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം അല്ലെങ്കിൽ അവരുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് പൊലിയാണ്. നമ്മൾ ഈ പൊലി എന്ന് പറയുന്ന വാക്ക്, പൂപ്പൊലി എന്നൊക്കെ പറയുന്നത് നാടൻ കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നാടൻ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാ അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കാം. പൊലി എന്ന് പറയുന്നതാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം. അപ്പൊ കേരളത്തിലെ കേരള ഫോക്ലോർ അക്കാദമി മാത്രമല്ല, വേറെ ചില സാംസ്കാരിക സ്ഥാപനങ്ങളോടുണ്ട്. PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചില സ്ഥാപനങ്ങളെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാം. ലളിതകലാ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും ഇവരെല്ലാവരും മിക്കവാറും തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഏത് സ്ഥലം എന്നുള്ളത് നോക്കുക. ലളിതകലാ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതില് നമ്മുടെ ലളിതകലാ അക്കാദമി എന്തിനു വേണ്ടിയിട്ടാ? ചിത്രരചന തുടങ്ങിയിട്ടുള്ള ലളിത കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാ. സോ അതിന്റെ മുഖപത്രം ചിത്രവുമായി ബന്ധപ്പെട്ട, ലളിതകല ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ അതിന്റെ മുഖപത്രം ചിത്രവുമായി ബന്ധപ്പെട്ടതാ. ചിത്രവാർത്ത എന്നാണ്, ആലോചിച്ച് വെക്കുക. ചിത്രവാർത്ത എന്നാണ് ലളിതകലാ അക്കാദമിയുടെ മുഖപത്രത്തിന്റെ പേര്. ഇനി സംഗീത നാടക അക്കാദമി, പേരിൽ തന്നെയുണ്ട് സംഗീതവും നാടകവുമാണ് അല്ലെ? അപ്പൊ അതിന്റെ മുഖപത്രത്തിന്റെ പേരാണ് കേളി എന്ന് പറയുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമാണ് കേളി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്കൂൾ ഓഫ് ഡ്രാമ. തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്, തൃശ്ശൂരിലെ അരണാട്ടുകരയിലാണ് സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. സ്കൂൾ ഓഫ് ഡ്രാമ അരണാട്ടുകരയിലാണ്. പിന്നുള്ളത് സാഹിത്യ അക്കാദമിയാണ്. ഇപ്പൊ സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ, ഇതൊക്കെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. തൃശ്ശൂർ ജില്ലയിലാണ് സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം തൃശ്ശൂർ ആയിരുന്നില്ല, അത് തിരുവനന്തപുരത്തായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്ത് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് നമ്മുടെ സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് തൃശ്ശൂരേക്ക് അതിന്റെ ആസ്ഥാനം മാറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയില് ഭാഷാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സാഹിത്യ അക്കാദമി കൂടിയാണ് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. അപ്പോ
ഈ പറയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനം, ആദ്യത്തെ ചെയർമാൻ, നിലവിലത്തെ ചെയർമാൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവരുടെ മുഖപത്രങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആപ്തവാക്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം ചോദിച്ചിട്ടുണ്ട്, മലയാണ്മയുടെ സർഗ കവാടം എന്നായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി. അതുപോലെ ലൈബ്രറി കൗൺസിലിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചു തന്നെ വേണം എക്സാമിന് പോകാനായിട്ട്. സാംസ്കാരിക സ്ഥാപനങ്ങൾ, നമ്മൾ കലാരൂപങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ഥിരം ഒരു ചോദ്യമാണ്. ഇനി ഒറ്റ കാര്യം കൂടി പറയാം നമുക്ക്. ഈ ഒരു ചോദ്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഓണം അല്ലെ, കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്നുള്ള നിലയ്ക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ ലെവൽ പരീക്ഷകൾക്കും PSC ചോദിക്കാറുണ്ട്. അപ്പൊ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സംഘകാല കൃതികളിൽ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് സംഘകാല കൃതികളാണ്. പകനാനൂറും മധുരൈകാഞ്ചിയും ചിലപ്പതികാരവും പെരിയ പുരാണവും ഒക്കെ സംഘകാല കൃതികളാണ്. ഇതിൽ എവിടെയാണ് ഓണത്തെ പരാമർശിക്കുന്നത്? ഓണത്തെ പരാമർശിക്കുന്നത് മധുരൈകാഞ്ചിയിലാണ്. നമ്മൾ ഓണം എന്നല്ല, ഇന്ദ്രവിഴ എന്നുള്ള പേരിലാണ് സംഘകാല കൃതികളിൽ ഓണത്തെക്കുറിച്ച് പരാമർശിച്ച് കാണുന്നത്. അപ്പൊ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന്, നമ്മുടെ മഹാബലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത്, മഹാബലിയുടെ ശരിയായ പേര് ഇന്ദ്രസേനൻ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വീരോചനൻ എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ സംഘകാല കൃതി മധുരൈകാഞ്ചിയാണ്. ഈ ഓണം പരാമർശിക്കപ്പെടുന്ന ഒരു വേദമുണ്ട്. നമ്മുടെ 4 വേദങ്ങളിൽ ഋഗ്വേദത്തിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശിച്ചു കാണുന്നത്. ഇനി കേരളത്തിൽ ഓണം ആഘോഷിച്ചത്, ആദ്യമായിട്ട് ഓണം ആഘോഷിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിലാണ് ആദ്യമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. നമുക്കത് കണക്ട് ചെയ്യാം. ഓണപ്പൂക്കളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൃക്കാക്കരയപ്പനെ വെക്കാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ കേരളത്തിന്റെ ദേശീയ ഉത്സവം എന്ന് പറയുന്ന ഒരു ഫാക്ട്, 1961 ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ആ പ്രഖ്യാപിച്ച സമയത്തെ കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പട്ടം താണുപിള്ളയായിരുന്നു. ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോ 1961 ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നത്. പട്ടം താണുപിള്ളയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ വർഷവും ഓണക്കാലത്ത്, ആ ഓണം സീസൺ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്താറുണ്ട്. അതെവിടെയാണെന്ന് അറിയുമോ? നമ്മുടെ തൃപ്പൂണിത്തുറയിലാണ്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയില് കേരള സാംസ്കാരിക വകുപ്പിന്റെ ഒരു ഘോഷയാത്ര നടക്കാറുണ്ട്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? അത്തച്ചമയം എന്നാ പറയാറുള്ളത്. സ്ഥിരം ചോദ്യമാണ്. അത്തച്ചമയം എവിടെയാ നടക്കുന്നത്? തൃപ്പൂണിത്തുറയിലാണ് നടക്കുന്നത്. ചോദ്യം വരാറുണ്ട്. പിന്നെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശം കേരളത്തിലുള്ളത് വേറെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണാട്ടുകരയാണ്. ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അഫ്കോഴ്സ് ഓണത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തിനെ പറ്റിയും പഠിക്കണം? വള്ളം കളികളെ പറ്റി കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ആർട്ട് കൾച്ചർ ആ ഒരു ഭാഗത്ത് നിന്ന്. ലിറ്ററേച്ചറിനെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാര്യം ലിറ്ററേച്ചറും ഇതേപോലെ വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള 3 ഭാഗങ്ങളെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. 1 കലാരൂപങ്ങളെ കുറിച്ചുള്ളത്, 2 നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, പിന്നെ ഓണവുമായിട്ട് അനുബന്ധിച്ച് വള്ളംകളികൾ എന്നുള്ളത്. അപ്പൊ ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ വരും ക്ലാസ്സുകളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഏത് രീതിയിൽ ഈ ഒരു സബ്ജക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് പോകണം എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത്, അറിയാത്തത്, കൺഫ്യൂഷൻ ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും ഇതുപോലുള്ള ഫാക്റ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.